കാര്യം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത മാക്കറോണി. നമ്മള് ലേസിന്റെ പോലെ തന്നെ, പക്ഷെ ആ കളറല്ല, അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസ്: വെളിച്ചെണ്ണ, പാസ്ത, മൈദ, മുളക് പൊടി, ഉപ്പ്, 4 കപ്പ് വെള്ളം. നമുക്കിനി പാത്രം വെക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് 4 കപ്പ് വെള്ളം. മൂന്ന് മിനിറ്റ് കൊണ്ട് പാത്രം ചൂടായി. അതിന് ഒച്ച വന്ന് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ പാസ്ത നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഇനി നമുക്ക് മൂടി വെക്കാം. ഇതായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. നല്ലോണം നല്ല ആവിയും വിടുന്ന് തിളക്കുന്നുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് കോരാം. ഞാനിത് എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂണേ ഞാൻ ചേർക്കുന്നില്ല ഇവിടെ. ഞാൻ ഇങ്ങനെ പിടിക്കും. ടോസ് ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോസ് ചെയ്യാം. എണ്ണ ഞാൻ കുറച്ച് ഇന്നത്തുണ്ട് ഒഴിച്ചതാ. വടി നമുക്ക് ഞാൻ 2 സ്പൂൺ ഓയിൽ ഒഴിക്കുവാണ്. പോരെ എനിക്ക് ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഓയിൽ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ചായി ഇട്ടാം. ഈ ഓയിലിലേക്ക് ഇടുമ്പോൾ കുറച്ചായി ഇടാം.
ഞാനിത് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇത് പൊഴിഞ്ഞ് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് മുളകും ഉപ്പൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ കുറച്ച് ഉപ്പും മുളകും പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇതാ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. കുറെ പൊട്ടിത്തെറിച്ച് ഇവിടെയൊക്കെ ഓയിലായിട്ടുണ്ട്. വൃത്തിയാക്കേണ്ടി വരും. ഇത് ഈ പാസ്ത വേവിക്കുമ്പോൾ ഓയിൽ ഒഴിച്ചെന്തിനാ അറിയോ? പറ്റാണ്ടിരിക്കാനാ. ഇതാ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഉപ്പും മുളകും മസാല ഇട്ടിടത്തേക്ക് വേറൊരു സമയം ഏറ്റവും അവസാനമാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുവാണ്, അല്ലാണ്ട് മിക്സ് ആവത്തില്ല. ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. താങ്ക് യു വെരി മച്ച്.